സൂപ്പർ, അടിപൊളി. ഭയങ്കര രസമുള്ളൊരു പടമാണ്. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പം അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ നമുക്കൊരു ഇംഗ്ലീഷ് മൂവി കാണുന്നൊരു ഫീലായിരുന്നു. ഇരു മോഹനായാലും അതിയായാലും ഓരോ ആർട്ടിസ്റ്റും ഭയങ്കര രസമായിട്ടാണ് ചെയ്തത്. ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാകും. ഫസ്റ്റ് ഹാഫ് വരെ ഇത് എന്ത് സംഭവിക്കില്ല, അവസാനം വരെയുള്ള ഒരു ക്ലൈമാക്സ് കഥയൊന്നും പറയുന്നില്ല. എന്തായാലും ഭയങ്കര രസമുള്ള മൂവി. കാരണം വെച്ചാൽ ഇതിൽ അഭിനയിച്ച ആൾക്കാർ ഭയങ്കര ഇതിലുള്ള ആൾക്കാരുണ്ട്, പക്ഷെ ഭയങ്കര ആക്ടിങ്ങിൻ്റെ കണ്ടന്റ് ഉണ്ട്. ഭയങ്കര രസമുള്ള മൊമെന്റ്സ്, ഭയങ്കര രസമുള്ള പെർഫോമൻസ്. കണ്ടിരിക്കാം, എന്തായാലും കാണാം, തീർച്ചയായും കാണാം. തിയേറ്റർ വാച്ചുള്ള സൂപ്പർ അനുമോഹൻ്റെ ഒരു കരിയർ ബ്രേക്ക് അവസരമുള്ള രക്ഷയില്ലാത്ത മൂവി. സിനിമ എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കണം. എന്താ പറയുക, നല്ല രസമുണ്ട് കാണാൻ. ഫീൽ ഗുഡാണ്. ക്ലൈമാക്സ് ഒക്കെ അത് സൂപ്പറാണ്. നല്ല സിനിമയാണ്. എൻഗേജിങ് ആണ്. ഒട്ടും കുറവില്ല. നല്ലപോലെ കണ്ടിരിക്കാം. പുതിയ കഥ സ്ഥിരമായി കാണുന്നതിന് ഒരു വ്യത്യാസമുള്ള സിനിമയാകുമ്പോൾ അതൊരു ഭയങ്കര എൻഗേജിങ് ആണ്. ഒരു സീൻ പോലും നമുക്ക് വെറുതെ അന്ന് ഫീൽ ചെയ്യുന്നേയില്ല. അനുമോഹൻ്റെ ഗംഭീര സിനിമയാണ്. ഫാമിലി ത്രില്ലറാണ്. പിന്നെ അതിഥി മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കാരണം 10ാം ശേഷം മികച്ച അഭിനയ പ്രാധാന്യമുള്ള സിനിമയാണ്. പിന്നെ ചന്തുനാഥും വിനയ് ഫോട്ടോ ഒക്കെ അഭിനയിച്ച വ്യത്യസ്തമായ സിനിമ. നല്ലൊരു മൂവിയാണ്. ഒരുപാട് വ്യത്യസ്തമുള്ളൊരു കഥാപാത്രമാണ് അനുമോഹൻ ചെയ്തിരിക്കുന്നത്. അനുമോഹൻ്റെ അഭിനയ ജീവിതത്തിലൊരു വഴിത്തിരിവാണ്. കാരണം നല്ലൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വിനയ് ഫോട്ടോ ആണെങ്കിലും പിന്നെ അഭിനയിച്ച നായികയാണെങ്കിലും നമ്മുടെ വിജയ് ബാബു സാറൊക്കെ ആണെങ്കിലും നല്ല പെർഫോമൻസ്, സസ്പെൻസ് ആണ്. ക്ലൈമാക്സ് രസമുണ്ട്. നമ്മളഭിനയിച്ച പടം തന്നെയാണ്. ഞാൻ തന്നെ പറയണ്ടല്ലോ. ആസ് എൻ ഓഡിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല എഡിറ്റിംഗ്, നല്ല വിഷ്വൽസ്, നല്ല ഡീപ്ലി മെയ്ഡ് ഫിലിം. അനുവിൻ്റെ അതിഥിയുടെ മറ്റെല്ലാ ആക്ടേഴ്സിനും നല്ല അഭിനയം. എൻ്റെ അതിനെപ്പറ്റി നിങ്ങളാണ് പറയേണ്ടത്. നല്ല അടിപൊളി പടമായിരുന്നു. ഒട്ടും ബോറടിക്കത്തില്ല. എക്സ്പെക്ട് ചെയ്തതിനേക്കാൾക്ക് നന്നായി.